ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, അതുപോലെ എൻ്റെ ആദ്യത്തെ വീഡിയോയുമാണ്. ഇന്നത്തെ എൻ്റെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസിപ്ലിനാണ്. ഡിസിപ്ലിൻ്റെ കേസ് പറയുമ്പോൾ നമ്മൾ ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ നിർമ്മിക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ സെൽഫ് ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടുള്ള രീതിയിലുള്ള വീഡിയോസാണ് ഞാൻ ഈ ചാനലിൽ ഇടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാട്ടെവർ ആ സമയത്ത് എന്ത് വന്നു കഴിഞ്ഞാലും ഞാൻ ഈ സമയത്ത് ഇന്നത് ചെയ്തിരിക്കും എന്നൊരു മനസ്സിൽ തീരുമാനം എടുക്കണം. എക്സാമ്പിളിലൂടെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, ജിമ്മിൻ്റെ ഉദാഹരണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ സമയമായി കഴിഞ്ഞാൽ ഞാൻ ജിമ്മിന് പോകും. ആ സമയം എനിക്ക് വേറെ എന്ത് വന്നു കഴിഞ്ഞാലും ഞാൻ മാറ്റില്ല, അതന്നെ ചെയ്യുള്ളൂ എന്നുള്ളത് മനസ്സിൽ തീരുമാനിക്കുക. ഫസ്റ്റത്തെ 1-2 ദിവസം നമ്മൾ എടുത്ത തീരുമാനം നമുക്ക് നല്ലപോലെ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. പക്ഷേ അതൊക്കെ പിടിച്ച് നിർത്തിയിട്ട് നമ്മൾ നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുക. അതുപോലെ ഒരു ദിവസം നമ്മൾ ജിമ്മിൽ പോകാൻ പറ്റിയില്ല, നിർത്തി എന്ന് പറഞ്ഞാൽ അന്നത്തെ മടി കാരണം പിറ്റേ ദിവസത്തെ നമ്മൾ പോകാതിരിക്കാൻ പാടില്ല. നമ്മളുടെ ഒരു ദിവസത്തെ എക്സ്ക്യൂസ് രണ്ടാമത്തെ ദിവസത്തേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മുടെ ഡിസിപ്ലിനോടെ തെറ്റിക്കുകയാണ്. പിന്നെ ജിമ്മിൽ പോകുന്നവർക്കുള്ള മെയിൻ പ്രശ്നമാണ്, ഇവരൊക്കെ നോക്കുന്നത് ഷോർട്ട് ടൈം ഗോളാണ്. ലോങ് ടൈമിലേക്കാണ് ജിമ്മിൻ്റെ റിസൾട്ട് തരിക. അപ്പോൾ അത് മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ ജിമ്മിൽ പോകുമ്പോൾ. എൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാനാണെങ്കിൽ പോലും ജിമ്മിൽ പോകുന്നത് ഒരു ദിവസം പോലും ഒരു കാരണമില്ലാതെ ഞാൻ നിർത്തൂല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അത്രയും വലിയൊരു എമൗണ്ട് കൊടുത്തിട്ടാണ് നമ്മൾ ജിമ്മിൽ പോകുന്നത്. എന്നിട്ട് അത് നിർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന പൈസക്ക് ഒരു വില ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ചെയ്യില്ല. ഒരു ആരോഗ്യ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ എടുക്കുന്ന കാര്യത്തെ പറ്റിയാട്ടെ ഞാൻ പറഞ്ഞത്. രണ്ടാമത്തെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഡയറ്റാണ്. ഡയറ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ആരും എന്തൊക്കെ എന്നെ തന്നു കഴിഞ്ഞാൽ നമ്മളൊരു തീരുമാനം എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് മാറ്റരുത്. ആരും എന്തെന്നെ തന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മളതായിട്ടുള്ളൊരു റൊട്ടീനും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മുടേതായിട്ടുള്ള ഭക്ഷണക്രമമുണ്ട്. ആ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. എപ്പോഴെങ്കിലുമൊക്കെ ഒരു ചെറിയ മാറ്റം വന്നു വെച്ചിട്ട് വിഷയമില്ല, പക്ഷേ അത് സ്ഥിരമായിട്ട് കൊണ്ടുപോകാൻ പാടില്ല. പിന്നെ പറയാനുള്ളത് മൂന്നാമത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത് പഠിക്കണതിനെ പറ്റിയിട്ടാണ്. പഠിക്കുമ്പോൾ അവിടെ എന്ത് വെച്ചാൽ ഒരു കൃത്യസമയം അതിനെ അലോക്കേറ്റ് ചെയ്യുക. ഇപ്പോൾ രാവിലെ ആണെങ്കിൽ രാവിലെ, രാത്രിയാണെങ്കിൽ രാത്രി, ആ സമയമായി കഴിഞ്ഞാൽ പഠിക്കുക. ആ സമയത്ത് വേറെ ഒന്നും ചെയ്യില്ല. ഈ ഓരോ ദിവസവും ക്ലാസ് എടുക്കണം, അന്ന് തന്നെ പഠിക്കുക. ഇങ്ങനെ എന്നും എടുത്ത ടോപ്പിക്ക് ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ എക്സാമിൻ്റെ തലേ ദിവസം ഒക്കെ പാടെ ഇങ്ങനെ പഠിക്കേണ്ട ആവശ്യം വരില്ല. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു ടൈം ഷെഡ്യൂൾ ചെയ്യുക. ഡെയിലി ഈ സമയമായി കഴിഞ്ഞാൽ പഠിക്കും, വേറെ ഒന്നും ചെയ്യില്ല. അങ്ങനെ ഒരു ടൈം സെറ്റ് ചെയ്യുക. അപ്പോൾ മെയിനായിട്ടുള്ള 3 പോയിൻ്റ് ഒന്നും വളരെ പറയുകയാണ്. ആദ്യം ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ ഇന്ന സമയമായി കഴിഞ്ഞാൽ ഇന്നത് ചെയ്യും. അതാരൊക്കെ എന്തൊക്കെ വന്നു കഴിഞ്ഞാലും അത് മാറ്റില്ല എന്നുള്ളത് മനസ്സിൽ തീരുമാനിക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്.